ഈ പോയ വാരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് സംഗതികളാണ്. ഒന്ന് മുന്നയും മറ്റൊന്ന് കുറുന്തോട്ടിയും. മുന്ന നമ്മുടെ എമ്പുരാൻ സിനിമയിലെ ഒരു കഥാപാത്രമാണ്. കുറുന്തോട്ടി നോക്കാൻ പോയ കഥ പറഞ്ഞത് നമ്മുടെ കുഞ്ഞാപ്പയാണ്. ഈ രണ്ട് സംഗതികളും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലുകളിൽ ഹിറ്റായി മാറി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. എമ്പുരാൻ സിനിമ ഒരുപാട് വിവാദങ്ങളോടെ വന്നതാണ്. അത് വന്നു കഴിഞ്ഞ് പിന്നീട് അതിനകത്തുണ്ടായ വ്യതിയാനങ്ങൾ, അതിൽ കട്ടുകൾ വരുത്തിയ കഥകൾ, അതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായ കോലാഹലങ്ങൾ, അത് വലിയ ഒരു മോഹൻലാലിൻ്റെ തിരിച്ചുവരവിൻ്റെ ചിത്രമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടതും വന്നതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഒക്കെ എത്തിച്ചേർന്നത്. പിന്നീട് പൃഥ്വിരാജിന് കയ്യടി, അതോടൊപ്പം പൃഥ്വിരാജിന് തെറിവിളി, മോഹൻലാലിന് കയ്യടി, പിന്നെ മോഹൻലാൽ ക്ഷമ പറഞ്ഞപ്പോൾ തെറിവിളി, പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിപ്പടരുന്നതിനിടയിൽ ഒന്നും മിണ്ടാതെ അനങ്ങാതിരുന്ന മുരളി ഗോപി ഹിറ്റായി. അങ്ങനെ അതിൽ പല ഘടകങ്ങൾ ഒത്തുവന്നിരുന്നു. ഞാൻ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, സത്യത്തിൽ ഈ ക്യാരക്ടേഴ്സിനൊന്നും വലിയ ബലം അതിലുണ്ടായിരുന്നില്ല. ആ കോൺട്രവേഴ്സിയാണ് അതിനെ വിജയിപ്പിച്ചത് എന്ന് തന്നെയാണൊരു സത്യം. പക്ഷേ ദിവസങ്ങൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അബ്സോർബ് ചെയ്യപ്പെട്ടത് മുന്നയാണ്. മുന്ന എന്ന ക്യാരക്ടർ അതിനുള്ളിൽ ഈ സ്വന്തക്കാരനായും സ്നേഹിതനായും നിന്നിട്ട് അവസാനം അതിനെ വഞ്ചിക്കുകയും ഒരു വേട്ടയാടലിൻ്റെ കളമൊരുക്കുന്ന കഥാപാത്രമായി മാറുകയും അതിൻ്റെ ഗുണഫലം അനുഭവിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് മുന്ന ശ്രദ്ധേയമായത്. ആ മുന്നാപ്രയോഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തി നിന്നെങ്കിലും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ നോക്കി മുന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞതും സുരേഷ് ഗോപി വികാരഭരിതനായി അതിന് മറുപടി പറഞ്ഞതുമൊക്കെ മുന്നയെ സജീവമാക്കി. അതിനെ തുടർന്ന് ഇങ്ങോട്ട് മുന്ന പ്രയോഗം എല്ലായിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ അഖിൽ മാരാരെ മുന്നയെന്ന് വിളിച്ചു, രാഹുൽ ഈശ്വറിനെ മുന്നയെന്ന് വിളിച്ചു, നമ്മുടെ നിഷ്പക്ഷ പണിക്കർ ശ്രീജിത്ത് പണിക്കരെ മുന്നയെന്ന് വിളിച്ചു. കഴിഞ്ഞ ദിവസം SIOയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വിയോജിച്ചപ്പോൾ എന്നെയും വിളിച്ചു മുന്ന. എന്തായാലും കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിൻ്റെ ചർച്ചകളിൽ അതിൻ്റെ ഭാഷയിലും ചില കഥാപാത്രങ്ങളുടെ പ്രയോഗത്തിലും മുന്ന സമീപകാലത്തെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമായി മാറി. വളരെ സഹിഷ്ണുതയോടെ സ്നേഹത്തിൻ്റെ ആളായി പ്രത്യക്ഷപ്പെടുകയും രഹസ്യമായി വർഗീയതയും അത്തരം കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നവരെയാണ് മുന്ന എന്നുദ്ദേശിച്ചത്. അത് പറയുമ്പോൾ കൊള്ളുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങൾക്കാണെങ്കിലും ആ പ്രയോഗം പലതലങ്ങളിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മറ്റൊരു പ്രയോഗമാണ് സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചയായത്. അത് കുഞ്ഞാപ്പയുടെ നമ്മുടെ കുറുന്തോട്ടി നോക്കാൻ തെങ്ങിൽ കയറിയ കഥയാണ് അതിൽ ശ്രദ്ധേയമായി മാറി. അത് വാർത്തയാക്കിയത്. അതിലൊരു സംഭവം കൂടി എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് പറമ്പൊക്കെ ഉണ്ട്. അതിലൊരു വെളിമ്പറമ്പിൽ ഒരാൾ രാത്രി തേങ്ങ മോഷ്ടിക്കാൻ വന്ന ഒരാളിനെ കയറി പിടിച്ച് അയാളുടെ കയ്യിൽ കുത്തി ഭയങ്കര പരിക്കൊക്കെ ഉണ്ടായി. ഈ കുത്തേറ്റ ആൾ മരിച്ചു പോയതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ കുത്തേറ്റ ആൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പയെ സന്ദർശിക്കാനെത്തി. വളരെ വികാരപരമായി കള്ളനെ പിടിക്കാൻ പോയതും തെങ്ങിൽ കള്ളനിരിക്കുന്നത് കണ്ടതും ഒക്കെ വിശദമായി പറയുമ്പോഴും വാപ്പ വളരെ നിർവികാരതയോടെ ഇരിക്കുന്നത് കണ്ടു. ഞാനന്ന് അത്ര പ്രായമൊന്നുമില്ല, ഒരു 12-13 വയസ്സേ ഉള്ളൂ. ഇത് പൊയ്ക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ തെങ്ങിൽ കള്ളം കയറിയത് പിടിച്ചൊരാൾ ഇത്ര വികാരപരമായി വന്ന് പറയുമ്പോൾ എന്താണ് ഈ വാപ്പ മിണ്ടാതിരിക്കുന്നത് എന്ന് ഉമ്മയോട് അന്വേഷിച്ചപ്പോഴാണ് ഉമ്മ ആ കഥ പറഞ്ഞത്. ഇദ്ദേഹവും ഒരു തേങ്ങാമോഷ്ടാവാണ്. സാധാരണ മോഷ്ടിക്കുന്നത് പോലെ തെങ്ങേ കയറി ചെന്നപ്പോഴാണ് വേറൊരു കള്ളൻ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് അവർ തമ്മിൽ പിടിയും വലിയുമായതും അയാൾ തേങ്ങ അടത്താൻ കയറിയ കത്തി കൊണ്ട് ഇദ്ദേഹത്തെ കുത്തിയതും. അതുകൊണ്ടാണ് വാപ്പ അങ്ങനെ നിർനിമേഷനായി ഇരുന്നത് എന്ന് പറഞ്ഞു. അത് ഞാൻ ഓർത്തുപോയത് ഈ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് ഈ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത് മുസ്ലിം സമുദായത്തെക്കുറിച്ചല്ല, മറിച്ച് ലീഗിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ ആപ്റ്റായ ഈ ഉദാഹരണം കുഞ്ഞാപ്പയുടെ മനസ്സിൽ വന്നത്. ഓർത്തുകൊണ്ട് വന്നതാണോ പഹയൻ, അതല്ല അപ്പം ചോദിച്ചപ്പോൾ ഓർത്തു പോയതാണോ എനിക്കറിയില്ല. രണ്ടായാലും തേങ്ങ അടത്താൻ കയറി അത് കള്ളത്തരം കാണിക്കാനാണ് എന്നറിഞ്ഞ് ആളുകൾ പിടിച്ചിറക്കിയപ്പോൾ അത് തേങ്ങ അടർത്താൻ കയറിയതല്ല,
അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ കുറുന്തോട്ടിയുണ്ടോ എന്നറിയാൻ വേണ്ടി മുകളിൽ കയറി നോക്കാൻ കയറിയതാണ് എന്ന് പറയുന്നത് പോലെ വ്യർത്ഥമാണ് ഇതെന്നും ആളുകൾക്ക് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞതിൻ്റെ ലക്ഷ്യം മനസ്സിലായെന്നുമാണ് കുഞ്ഞാപ്പ പ്രയോഗിച്ചത്. മുന്നാപ്രയോഗം പോലെ കുറുന്തോട്ടി പ്രയോഗവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹിറ്റായി. സംഗതി പരിണിതപ്രജ്ഞരായ എഴുത്തുകാരും രാഷ്ട്രീയക്കാരുമൊക്കെ പല പ്രയോഗങ്ങൾ നടത്തുമ്പോഴും ഇതുപോലെ ഹിറ്റായി മാറാറുണ്ട്. ഇനി വരുന്ന കാലം നമുക്ക് ഇലക്ഷൻ കാലമായതുകൊണ്ടും ഒരുപാട് വിഭവങ്ങൾ അരങ്ങിലും അണിയറയിലും തയ്യാറാകുന്നതുകൊണ്ടും ഇതുപോലെയുള്ള ഹിറ്റ് ഉദാഹരണങ്ങളും കമൻറ്റുകളുമൊക്കെ ഇനിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.